കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടിട്ടുള്ള ഒരു മർഡറാണ് ആ ഒരു കുട്ടിയുടെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പല ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഒരു വശം പറയണത് കുട്ടികളല്ലേ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിലും കുറ്റം ചെയ്തിട്ടുള്ളതല്ലേ അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ളതൊക്കെ അങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മുതിർന്നവരും ചെറുപ്പാളുകളൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. സത്യത്തിൽ നമുക്കിതിൽ തോന്നിയത് ഉറപ്പായിട്ടും ഇതൊരു കുട്ടികൾ ചെയ്തിട്ടുള്ള അക്രമമായതുകൊണ്ട് ഇത് ജുവനൈൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. പക്ഷേ കുറ്റം ചെയ്ത് ശിക്ഷ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ള അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ഈ വർഷം തന്നെ പരീക്ഷ എഴുതണം എന്നുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ വാശി അത് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്കുള്ളത്. കാരണം അതേ വർഷം തന്നെ അവരുടെ ഒപ്പം തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞിനാണ് അവരെന്ത് ചെയ്തത്, അവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്ലാൻ മർഡറാണ്. അവർ പ്ലാൻ ചെയ്ത് അതിന് കൊലപാതകത്തിന് ശേഷവും അവർ സംസാരിച്ചിട്ടുണ്ട്, കൊലപാതകത്തിന് മുമ്പും അവർ കൃത്യമായിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് കൊടുക്കുക വേണം എന്നുള്ളതാണ്. പക്ഷേ ഈ കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കുട്ടികളുടെ ശിക്ഷ വേറൊരു രീതിയാണ്. നമ്മൾ IPC വെച്ചിട്ടുള്ളൊരു കാര്യമല്ല അവർക്കുള്ള ശിക്ഷ. പക്ഷേ ഈ വർഷം പരീക്ഷ എഴുതിക്കാതെ അവരുടെ നടപടികളൊക്കെ അവർ കുറ്റം ചെയ്തതിന് നമ്മൾ ചെയ്തത് വലിയൊരു കുറ്റമാണ്, അതിന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ശിക്ഷ കിട്ടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് നടപടികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് എന്ന് പറയുന്നൊരു മെസ്സേജിലൂടെ നമുക്ക് അടുത്ത വർഷമോ അതിനടുത്ത വർഷമോ പരീക്ഷ എഴുതിക്കാം. പക്ഷേ മരണപ്പെട്ടു പോയാലും കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ആ കുട്ടീൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുട്ടി പരീക്ഷ എഴുതാതെ ഇവർ കൊലപ്പെടുത്തിയിട്ട് ഇവരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നുള്ള ഇതിൽ ഒരു ന്യായം, ഒരു നീതി നടപ്പായിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്കുള്ളത്. ഇതിലൊരു നീതി നടപ്പിലായിട്ടില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ നടപടി ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഈ ന്യായം, നീതി എന്നൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഈ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടിൻ്റെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടിൻ്റെ ഫാമിലി അവരെല്ലാം പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുള്ളതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അതൊക്കെ അവർ പറയുന്നതൊക്കെ അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത് ഈ വിഷയത്തിൽ. ഇനിയിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞു എന്നാണ് തോന്നിയിട്ടുള്ളത്. എത്ര എക്സാം ഉണ്ടെന്ന് അറിയില്ല. ഇതൊക്കെ പോലീസിൻ്റെ നടപടികളാണ്. പോലീസ് കസ്റ്റഡിയിലാണ് അവർ. എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നോ അല്ലെങ്കിൽ അടുത്ത നടപടി എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ശരിയായില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്. ഈ ഒരു നടപടിയിലൂടെ പോലീസ് കൊടുക്കുന്ന മെസ്സേജ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളൊക്കെ ചെയ്യാം, അവർക്കുള്ള ശിക്ഷ ഈ രീതിയിലായിരിക്കും, അവർക്ക് എക്സാം എഴുതാൻ പറ്റും, വീട്ടുകാരെ കാണാൻ പറ്റും, മറ്റെല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കും എന്നുള്ളത് വരുമ്പോൾ ഈ MDMA പോലുള്ള വലിയ ലഹരിയൊക്കെ ഉപയോഗിച്ച് കുട്ടികളെ തന്നെ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾക്ക് വിനിയോഗിക്കും. ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളൊക്കെ കുട്ടികളിലേക്ക് എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്ത് പോകും, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. കാരണം അവർക്ക് കാര്യമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എന്നുള്ളൊരു മെസ്സേജാണ് ശരിക്കും ഈ ഒരു നടപടിയിലൂടെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ശരിക്കും സർക്കാർ ഇതിന് ഒരു നീതി നടപ്പിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഈ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഫാമിലിനോട് നമ്മളിപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കൊലപാതകങ്ങൾ കേരളത്തിൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും നമുക്കിപ്പോൾ MDMA മറ്റു ലഹരി ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കേരളത്തിൽ കൊലപാതകങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഗവൺമെൻറ്റും പോലീസും കൊല ചെയ്യപ്പെടുന്നു, അതിനുശേഷം അവർ കസ്റ്റഡിയിലെടുക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളല്ലാതെ ഈ കൊല ചെയ്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടത്ര ശിക്ഷ, കഠിനമായിട്ടുള്ളൊരു ശിക്ഷ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾ കുട്ടികളുടെ ഭാഗത്താണെങ്കിലും ശരി, മുതിർന്നവരുടെ ഭാഗത്താണെങ്കിലും കുറയും. പക്ഷേ ഗവൺമെൻറ് ഈ രീതിയിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനിയും കൊലപാതകങ്ങൾ ഇനിയും കുമിഞ്ഞുകൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ ലഹരി വേട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോരാ എന്നുള്ള അഭിപ്രായം കൂടി എനിക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്. കാരണം ലഹരി വേട്ടയാടുന്നുണ്ട്, ഉറപ്പായിട്ടും ഇല്ല എന്നല്ല. പക്ഷേ കേരളത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരള സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇറങ്ങി പ്രവർത്തിക്കേണ്ടതിന് പകരം അവർ മുമ്പ് എങ്ങനെയാണോ പോയിരുന്നത് അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒരിക്കലും കഞ്ചാവ് പിടിച്ച്, എപ്പോഴെങ്കിലൊക്കെ കുറച്ച് MDMA പിടിച്ച്, അങ്ങനെയല്ലാതെ പോലീസൊക്കെ പുറത്തിറങ്ങിയിട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികളിലേക്കാണ് കൂടുതൽ ഈ ലഹരി ഫോക്കസ് ചെയ്ത് പോയിട്ടുള്ളത്. അവിടെയാണ് കച്ചവടം നടക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചു, അതുപോലെ തന്നെ കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ട് വേണം പോലീസും അതുപോലെ തന്നെ എക്സൈസും ഇതിൻ്റെ എല്ലാ വിഭാഗവും ലഹരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കേണ്ടത്. പകരം അവർ പഴയതുപോലെ തന്നെ നോർമലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കേരളം മാറുന്നുള്ളതാണ്. ചെറിയൊരു സംസ്ഥാനമാണ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ അത്തരം ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ലഹരി കൂടുതലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ബുദ്ധിമുട്ട് ഇവിടുത്തെ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ സംവിധാനങ്ങൾക്കോ ഒന്നും തടയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്കൊന്നും ശരിയാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം പോലീസിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള നടപടി ശരിയായില്ല, ഇതിൽ നീതി നടപ്പായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം.